അല്ല നമുക്ക് ശബ്ദം നമ്മൾ തജ്വീദ് പഠിക്കുമ്പം ഒരു ഫോണറ്റിക്സ് ആണല്ലോ പഠിക്കുന്നത്. ശബ്ദത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ശബ്ദം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. 4 രീതിയിലാണ് ശബ്ദം ഉണ്ടാവുന്നത് പ്രകൃതിയിൽ. ഹൗ സൗണ്ട് അക്കർ ഇൻ നേച്ചർ 4 രീതിയിലാണ് ഉണ്ടാവുന്നത്. നോക്കാം നമുക്ക്. ഒന്നാമത്തത് കൊലീഷൻ ഓഫ് 2 ഓബ്ജക്ട്സ്. ഓക്കെ, നമ്മൾ 2 കൈ ക്ലാപ്പ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഹാമർ കൊണ്ട് ഒരു പലകൻ്റെ മുകളിൽ ഇടിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു ശബ്ദം, അത് 2 സംഗതി കൂട്ടിമുട്ടും, 2 വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പം അങ്ങനെ ശബ്ദം ഉണ്ടാവും. കൂട്ടിമുട്ടുമ്പം അതൊരു രീതി. ഓക്കെ, പിന്നെ മറ്റൊരു രീതി ഡൈവേർജൻസ് ഓഫ് 2 ഓബ്ജക്ട്സ് ബിറ്റ്വീൻ വിച്ച് ആർ 2 കോഹീസീവ് ഫോഴ്സസ്. അതായത് നമ്മളൊരു ഒരു കമ്പിനെ ഒടിക്കുമ്പോൾ വരുന്ന സൗണ്ട്, അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് 2 കൈ മുട്ടുമ്പോഴാണ്. ഓക്കെ, 2 വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടാണ്. ഇവിടെ അങ്ങനല്ല, ഒന്നായിട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ രണ്ടാക്കുമ്പം. ഓക്കെ, ഒരു പേപ്പർ അത് ഒരു പേപ്പർ എന്ന് ഒരു കംപ്ലീറ്റ് പേപ്പർ, അതിനെ നമ്മൾ കീറിക്കളയുമ്പോൾ ഒരു സൗണ്ട് വരും. അതൊരു രണ്ടാമത്തെ രീതി. അതേ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഒരു കമ്പിനെ നമ്മൾ ഒടിക്കുമ്പോൾ ഒരു ശബ്ദം വരും. ആ ഒടിക്കലിൽ വരുന്ന ശബ്ദം അല്ലെങ്കിൽ ആ കീറലിൽ വരുന്ന ശബ്ദം. ഇനി ആ കമ്പിനെ നമ്മൾ ജസ്റ്റ് തിരിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ട് വീണ്ടും സെപ്പറേറ്റ് ആക്കുമ്പോൾ ആ ശബ്ദം ഉണ്ടാവില്ല. കാരണം അത് ഓൾറെഡി സെപ്പറേറ്റ് ആയി കഴിഞ്ഞ സംഗതിയാണ്. ഓക്കെ, അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉള്ള 2 വസ്തുക്കൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ സെപ്പറേഷനിൽ വരുന്ന സൗണ്ട്. ഇവിടെ അതല്ല, കൂട്ടിമുട്ടുമ്പോഴായിരുന്നു ജോയിനിങ്ങിൽ വന്ന സൗണ്ട്, ഇവിടെ സെപ്പറേഷനിൽ വന്ന സൗണ്ട്. ഓക്കെ, ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. ഓക്കെ, കൊലീഷന്, പിന്നെ കൊലീഷൻ ഓഫ് 2 ഓബ്ജക്ട്സ്, സെപ്പറേഷൻ ഓഫ് 2 ഓബ്ജക്ട്സ്. പിന്നെ നെക്സ്റ്റ് എന്താണ്, മൂന്നാമത്തെ മെത്തേഡ് എന്താ, വൈബ്രേഷൻ ഓഫ് വൈബ്രേറ്റ് ചെയ്യുമ്പം നമ്മൾ മൊബൈൽ ഫോണൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഉദാഹരണം കാണിച്ചത് എന്താണ്, ഒരു സ്കെയിൽ വൈബ്രേറ്റ്, അതൊരു വേറെ തരം സൗണ്ടാണ്. ഇതെല്ലാം നമ്മൾ സൗണ്ട് ഉണ്ടാകുന്ന പല രീതികളാണ്. പിന്നെ മൂന്നാമത്തത് എന്താണ്, ഫ്രിക്ഷൻ, തമ്മിൽ ഒരയുമ്പോൾ, ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിൽ കൂടി ഉരഞ്ഞു മാറുമ്പോൾ. ഇപ്പം നമ്മൾ 2 കൈ തമ്മിൽ ഉരക്കുമ്പം അതൊരു വേറെ ശബ്ദമാണ്. കൈ മുട്ടുമ്പോൾ വേറെ ശബ്ദം, തമ്മിൽ കൂട്ടി ഉരതുമ്പം അത് വേറെ ശബ്ദം. ഓക്കെ, അപ്പോൾ ഇത് അതേപോലെ ഈർച്ചവാള കൊണ്ട് ഇങ്ങനെ മരം ഈരുമ്പോൾ വരുന്ന ശബ്ദം, അത് ഫ്രിക്ഷൻ. അപ്പോൾ 4 രീതിയിലാണ് പ്രകൃതിയിൽ സൗണ്ട് ഉണ്ടാവുന്നത്. ഒന്നെന്താണ്, കൊലീഷൻ, 2 സംഗതി കൂട്ടിമുട്ടുമ്പോൾ. പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് കൈ മുട്ടുമ്പം. ഓക്കെ, പിന്നെ രണ്ടാമത്തത് സെപ്പറേഷൻ, ഒന്നായിട്ടിരിക്കുന്ന വസ്തുവിനെ രണ്ടാക്കുമ്പോൾ. ഉദാഹരണത്തിന് ഒരു കമ്പിനെ നമ്മൾ ഒടിക്കുമ്പം ഒരു ശബ്ദം വരും. ഓക്കെ, ഇനി മൂന്നാമത്തത് വേറൊരു ടൈപ്പ് തന്നെ സൗണ്ട് എന്താണ്, വൈബ്രേഷൻ്റെ സൗണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ സ്കെയിലിനെ ഇവിടെ ഇങ്ങനെ ഇതാക്കുകയാണെങ്കിൽ എന്താ വരിക, ഒരു വൈബ്രേഷൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ നാലാമത്തത് എന്താണ്, ഫ്രിക്ഷൻ, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൻ്റെ മുകളിൽ കൂടി ഉരഞ്ഞു ഒരയുമ്പോൾ ഉള്ള സൗണ്ട്. ഇത് ഓരോന്നും 4 രീതിയിലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് അല്ലേ ശബ്ദം. അള്ളാഹു ഇനി നമുക്കറിയാത്ത എത്രയോ രീതികളുണ്ടാവും. ഇത് അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ശബ്ദം പ്രകൃതിയിൽ വരാനുള്ള ഇതിപ്പോൾ നമുക്ക് അറിയുന്നത് ഇപ്പോൾ ഈ 4 എണ്ണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അറിയാത്തത് എത്രയോ ഉണ്ടാവും, അല്ലാഹു ആലം എന്താണെന്നല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ അക്ഷരങ്ങളൊക്കെ പഠിക്കുമ്പം, ഇപ്പോൾ ഹംസക്ക് എന്താണ് നമ്മൾ പറഞ്ഞ വോക്കൽ കോഡ് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ശബ്ദമായിട്ട്. ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ഓക്കെ, വൈബ്രേഷൻ.
ഓക്കെ. അങ്ങനെ ലെറ്റേഴ്സുമായിട്ട് ഇതിന് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ജസാക്കല്ലാഹു ഖൈർ.